ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞുതരാം. ഞാൻ ഈ പേജിൽ ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും വലിയ സ്റ്റോറി ഇതായിരിക്കും. എക്സോസിസും പൊസഷനും ഒക്കെ വരുന്ന വലിയൊരു സ്റ്റോറിയാണ്. കഥ നടക്കുന്നത് 90s-ലാണ് കേട്ടോ. അതായത് ഈ കഥയിലെ ക്യാരക്ടേഴ്സിന്റെ എല്ലാം ചെറുപ്പത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഈ കഥയിൽ 2 കുട്ടികളാണ് ഉള്ളത്, ഫിദയും അജുവും. ഈ കഥ നടക്കുന്ന ടൈമിൽ ഫിദ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്, അജു 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇവരുടെ വീട്ടിൽ ഇവരുടെ ഉമ്മ മാത്രമാണ് ഉണ്ടായിരിക്കുക. ഉപ്പ ഗൾഫിലായിരിക്കും ആ ഒരു ടൈമിൽ. ഈ കഥ നടക്കുന്ന പ്ലോട്ട് ഒന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം. ഇവരുടെ വീട് എന്ന് പറയുന്നത് മെയിൻ റോഡിൽ നിന്ന് നല്ല ഉള്ളോട്ടേക്കായിരിക്കും. മെയിൻ റോഡ് കഴിഞ്ഞാൽ വലിയൊരു വയലാണ് ഉണ്ടായിരിക്കുക. വയലിന്റെ നടുവിലായിട്ട് ഹൈറ്റിൽ ഒരു കനാൽ ഉണ്ടായിരിക്കും. റോഡാന്നുണ്ടെങ്കിലും ആ ഒരു കനാലിന്റെ ഹൈറ്റിലാണ് കേട്ടോ ഉണ്ടാവുക. വയൽ കുറച്ച് താഴേക്കാണ് ഉള്ളത്. ഈ കനാലിന്റെ സൈഡിലൂടെ നടന്നിട്ടാണ് ഇവർ സ്കൂളിലേക്ക് പോവും വരികയൊക്കെ ചെയ്യുക. ഈ കനാലിന്റെ സൈഡിലൂടെ പോയാൽ വയലിന്റെ നടുവിലെത്തുമ്പോൾ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. ആ സ്റ്റെപ്പ് ഇറങ്ങിനായിട്ട് പിന്നെ വയലിന്റെ വരമ്പത്തോടെ വേണം ഇവരുടെ വീട്ടിലേക്ക് പോവാൻ. ഇങ്ങനെ ഇവർ പോണ വഴിക്കായിട്ട് ഈ വയലിന്റെ അപ്പുറത്ത് തന്നെ വലിയൊരു പറമ്പുണ്ട്. പറമ്പിൽ വലിയൊരു മാവുണ്ട്. മാങ്ങക്കാലത്തൊക്കെ ഇവർ മാങ്ങ പെറുക്കാൻ പോകുന്ന വലിയൊരു മാവുണ്ട്. മാവിന്റെ അടുത്ത് തന്നെ ആയിട്ട് വലിയൊരു കുളമുണ്ട്. ഈ കുളത്തിന് ചുറ്റിപ്പറ്റി പണ്ട് തൊട്ടേ കുറെ സ്റ്റോറീസ് ഇവർ കേട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർ ഈ പറമ്പിലേക്കാന്നുണ്ടെങ്കിലും കുളത്തേക്കാന്നുണ്ടെങ്കിലും ഇറങ്ങണീനെ കുറിച്ച് ഉമ്മ കുറെ ചീത്ത അറിയും. എന്നാൽ ഇവർ മാങ്ങ പെറുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു വട്ടം ഇവരുടെ ഉമ്മ ഇവർ ഈ പറമ്പക്ക് പോയിട്ട് കുറെ ചീത്ത പറയും. വീട്ടിൽ നിന്ന് ഇവർക്ക് അന്ന് കുറെ തല്ലൊക്കെ കിട്ടുക. അന്ന് രാത്രി ഇവർ ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ ഉമ്മ വന്നിട്ട് പറയും, ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ ആയിട്ട് ഈ ഏരിയയിൽ പിന്നെ ഒരു 2-3 വീട് മാത്രമേ ഉള്ളൂ. അതായത് ഈ വയലിന്റെ അപ്പുറത്തായിട്ട് ഇവരുടെ വീടും പിന്നെ ഒരു 2-3 വീടും മാത്രമേ ഉള്ളൂ ആ ഏരിയയിലുള്ളത്. അതിൽ തന്നെ ഒരു വീട്ടിലൊരു ഭ്രാന്തായിട്ടുള്ള മനുഷ്യനുണ്ടായിരിക്കും. അതിന് ഇവര് ചാത്തപ്പൻ ചേട്ടൻ എന്നാണ് പറയുക. ഇവർ ചെറുപ്പം തൊട്ടേ ഇയാൾക്ക് ഭ്രാന്തായോണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇവരെ കാണുന്ന ഭയങ്കര പേടിയായിരിക്കും. ഇവരുടെ ഉമ്മ അന്ന് പറയും, ഈ ചാത്തപ്പൻ ചേട്ടന് ബോംബെയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇയാള് ലീവിനൊക്കെ വരെ രാത്രി സമയത്തായിരിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി ടൈമിൽ ഈ ചാത്തപ്പൻ ചേട്ടൻ വരുന്ന സമയത്ത് കനാലിന്റെ അവിടെ തന്നെ ഈ പറമ്പിൽ ഒരു തീ പിടിച്ച പോലെ കാണും. ഈ തീ കാണുമ്പോൾ ഈ ചാത്തപ്പൻ ചേട്ടൻ വേഗം വയലിന്ന് ഈ പറമ്പക്ക് ഓടി ചെന്നിട്ട് തീ അണക്കാൻ നോക്കും. ആ സമയത്ത് എങ്ങനെയൊക്കെയോ ഇയാൾ ഈ കുളത്തേക്ക് ചാടി അന്ന് തൊട്ട് ഇയാൾക്ക് ഭ്രാന്താണ്. എല്ലാരും കണ്ടാലും എന്തൊക്കെയോ വിളിച്ചു പറയും, കുറെ ചീത്തയൊക്കെ പറയും. അന്ന് തൊട്ട് ഇയാൾക്ക് ഇങ്ങനെയെന്നുള്ളത് ഇവരുടെ ഉമ്മ പറഞ്ഞു കൊടുക്കുക. ഇത് കേൾക്കുമ്പോൾ ഫിദക്ക് വല്ലാണ്ട് പേടിയൊന്നും ആവില്ല. കാരണം ഫിദ ചെറുപ്പത്തിൽ മുന്നേയും ഈ കഥ കേട്ടിട്ടുള്ളതാണ്. അജു ആദ്യമായിട്ടായിരിക്കും ഈ കഥ കേൾക്കുന്നുണ്ടാവുക. അജുവിന് ഇത് കേട്ടിട്ട് നല്ല പേടിയാവുക. അങ്ങനെ ഇവർ ക്ലാസ് തുടങ്ങിയ ടൈമിൽ ഇവർ 2 പേരും ഒരേ സമയത്താണ് സ്കൂളിലേക്ക് പോകുകയും വരികയും ചെയ്യുക. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഫിദക്ക് ട്യൂഷൻ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും സ്കൂൾ വിട്ട് ഒരുമിച്ച് പോരാൻ പറ്റൂല. ഫിദ ട്യൂഷന് കഴിഞ്ഞ് എത്തുമ്പോൾ ഒരു 6:30-7 മണിന്റെ അടുത്ത് സമയമാകും. എന്റെ അജുവിനെന്നുണ്ടെങ്കിൽ ക്ലാസ് നേരത്തെ കഴിയുന്നതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടിട്ട് അവൻ ഒറ്റക്കാണ് ഇങ്ങോട്ടേക്ക് വരിക. അങ്ങനെ വരുന്ന സമയത്ത് ഇവന് ഈ പറമ്പിന്റെ അടുത്തെത്തിയ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കും നോക്കാതെ പെട്ടെന്ന് സ്പീഡിൽ നടന്നിട്ടൊക്കെ ഇവന് വീട്ടിലേക്ക് എത്തുക. അങ്ങനെ ഒരു ദിവസം സ്കൂളൊക്കെ കഴിഞ്ഞ് അജു വീട്ടിലെത്തി. ഒരു 7 മണിയായിട്ട് ഫിദ വരുന്ന കാണാണ്ടാവില്ല. അങ്ങനെ ഇവളെ എന്നും വരുന്ന സമയമായിട്ട് ഇവളെ കാണാതായപ്പോ ഉമ്മ വേഗം ഒരു ടോർച്ച് എടുത്തിനാണ്ട് ഇവളെ തെരഞ്ഞു പോകും. അങ്ങനെ ഉമ്മ നടന്ന് ഈ വയലിന്റെ കുറച്ച് അങ്ങ് എത്തുമ്പോ തന്നെ കനാലിന്റെ അവിടെ നിന്ന് ഇവള് ഈ പറമ്പക്ക് കയറി പോകുന്നത് ഉമ്മ കാണുവേ. ഉമ്മ കുറെ ഇവള് വിളിക്കും, പക്ഷെ ഇവള് റെസ്പോണ്ട് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉമ്മ ഇവളെങ്ങനെ നോക്കി നിൽക്കേ. ഇവള് നേരെ പോയിനാണ്ട് ആ കുളത്തേക്ക് അങ്ങ് ചാടുവേ.